നമ്മളങ്ങനെ നടന്ന് മെയിൻ റോഡിലേക്ക് കയറാൻ പോവാണ്. വേറെ കുറേ ഒരു 50 മീറ്റർ ഓളം പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മെയിൻ റോഡാണ്. അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് മെയിൻ റോഡിൽ നിന്നാൽ നമ്മൾ കാണുന്ന വ്യൂ. നമുക്കിന്ന് ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഒന്ന് പോയി നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കും. പൊതുവെ മാൾട്ടയിൽ എവിടെ വേണമെങ്കിലും പോകാനായിട്ട് ഇതേപോലെ ബസ്സുകൾ പുറകിൽ വരുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ എവിടെ പോകാനാണെങ്കിലും നമുക്ക് ബസ് കിട്ടും. ഇതൊരു മെയിൻ ബസ്സുകൾ കിട്ടുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു ട്രാഫിക് സംവിധാനമാണ്. ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഗ്രീനായിട്ടുണ്ട്. ഗ്രീനായി കഴിഞ്ഞാൽ വണ്ടികളെല്ലാം നിർത്തും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റും. ഇതുകൊണ്ട് വണ്ടികളെല്ലാം കൃത്യമായിട്ട് വന്ന് നിർത്തും. ഇവിടുത്തെ ആളുകളെ പണിയെടുപ്പിക്കാനായിട്ട് പട്ടാളക്കാർ അവരുടെ കുടുംബത്തോടും കൊച്ചങ്ങളോടും ഒപ്പം പോയിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാർക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതിൻ്റെ തറ പെട്ടെന്ന് വീണാൽ പരിക്ക് പറ്റാത്ത രീതിയിലുള്ള ഫോം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഓടിക്കളിച്ച് വീണാലൊന്നും ഈ തറയിൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് എംസി ദ ചർച്ച്. ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. അപ്പോൾ നമുക്ക് ആ ചർച്ചിൻ്റെ കാഴ്ചകൾ കാണാം. വളരെ ഫേമസ് ആയിട്ടുള്ള എംസി ദ ചർച്ചാണ് നിങ്ങൾ കാണുന്നത്. ഈ എംസി ദ ചർച്ചിൻ്റെ മുൻപിൽ നിന്നാണ് വിണ്ണെ തേടി വരുവായ എന്ന തമിഴ് ഫിലിമിൽ ഒരു സോങ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഫിലിമിൽ പോയാൽ കാണാൻ പറ്റും. ഈ എംസി ദ ചർച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് ബോട്ടുകൾ കിടക്കുന്ന ഒരു യാട്ട് കാണാം. അടുത്തടുത്ത് വരിവരിയായി ഇട്ടിരിക്കുന്ന ബോട്ടുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കുഞ്ഞുങ്ങളെ ഇവിടെ കയ്യിലെടുക്കത്തില്ല. അവരെ ഇതേപോലെ ഓരോ വണ്ടികളിൽ കയറ്റിയിട്ടാണ് സാധാരണ രീതിയിൽ ആളുകൾ കൊണ്ടുപോകുന്നത്. ഇവിടെ കയ്യിലെടുക്കുന്നത് പട്ടിക്കുട്ടികളെ മാത്രമേ കയ്യിലെടുത്തുകൊണ്ട് നടക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളെല്ലാം വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്.
ഇത് താഷ്ബിഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും ഇതിനപ്പുറത്തേക്ക് കാണുന്ന ആ ഇടനാഴിയിലൂടെ കാണുന്നത് കടലാണ്. അപ്പോൾ ഒരു കടലിടുക്ക് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ കടലിടുക്കിലൂടെ ബോട്ടുകൾ വന്നിട്ട് അതിന് കയറി കിടക്കാൻ പറ്റുന്ന കുറേ വെള്ളത്തോട് കൂടിയ ഒരു ഏരിയ ആണ് 2 സൈഡിലോട്ടുള്ളത്. അപ്പോൾ ആ ഏരിയകളിലെല്ലാം ഇങ്ങനെ ബോട്ടുകൾ അടുക്കി ഇട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടുന്ന് ആവശ്യത്തിന് ബോട്ടുകൾ ഈ ഇടനാഴി വഴി നേരെ കടലിലേക്ക് പോകും. നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത് ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുമാത്രമല്ല, ഇത് വലട്ട എന്ന് പറയുന്ന പ്രശസ്ത നഗരമാണത്. ആ വലട്ടയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയുടെ ഗോപുരമാണ് നിങ്ങൾ ആ ഫ്രെയിമിൽ കാണുന്നത്. അതിൻ്റെ കുറച്ചുകൂടെ അടുത്തായിട്ട് മാനുവർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്. അപ്പോൾ അത് ഈ മാൾട്ടയിൽ തന്നെ സെപ്പറേറ്റ് നിൽക്കുന്ന, അതായത് ഈ ഐലൻഡിനോട് ചേർന്ന് കിടക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ഐലൻഡാണ്. അവിടുത്തെ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും.